ഹലോ നമസ്കാരം. ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പൊ ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വെക്കാന്ന് ഓർത്തിട്ട് ബീഫ് കറി വെക്കാം. അപ്പൊ എല്ലാരും വായു. നന്നായിട്ട് കഴുകി നല്ല വൃത്തിക്ക് വെച്ചേക്കണം. അപ്പൊ നമുക്കിത് കുക്കറിനകത്തേക്ക് ഇടാം. അപ്പൊ 1 കിലോ ബീഫാണിത്. അപ്പോ 1 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് വേണ്ട, നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. ശകല ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു 3-4-5 വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കഷ്ണം നമ്മൾ ഇടിയണം അതിനകത്തേക്ക്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് വെള്ളവും കൂടി നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇറച്ചി വേകുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ബീഫായ കാരണം ഏറെ വെള്ളം ഉണ്ടാവും. നമുക്ക് അടച്ച് വേവിക്കാം. ബീഫ് അടപ്പേ വെച്ച് ഒന്ന് വേകട്ടെ. അപ്പൊ നമുക്ക് അടുത്ത അടുപ്പിൽ നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഗ്യാസ് കത്തിക്കാം. അപ്പൊ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/2 മുറി തേങ്ങ, എന്നുവെച്ചാൽ 1 മുറി തേങ്ങയുടെ പകുതി, 1/2 മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വറുത്ത് വെച്ചേക്കണത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ഇത്രയും ഇഞ്ചി, 3 പച്ചമുളക്, ഇത്രയും വെളുത്തുള്ളി, ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട്, അതുപോലെ തന്നെ ഇത്രയും മല്ലിച്ചപ്പ്, ശകലം പുതിന, ഇത്ര സാധനങ്ങൾ നമ്മൾ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കാൻ പോയി കേട്ടോ. അപ്പൊ അരച്ചു കഴിഞ്ഞ് അരപ്പിങ്ങനെയാണ്. അപ്പൊ ഇതവിടെ വെക്കാം നമുക്ക്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച്, അപ്പൊ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 വലിയ സവാളയാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കണം. എന്താ വെച്ചാൽ സവാള കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കൊരു മതിരിപ്പുണ്ടാവും. അപ്പൊ ആവശ്യത്തിന് മതി. അപ്പൊ ഈ 1 കിലോത്തിന് ഞാൻ 2 വലിയ സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ. അപ്പൊ നല്ലോണം സവാള നന്നിട്ട് വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്കടുത്ത് ഒരു തക്കാളി ആണ് എടുത്തേക്കണം. ആ 1 തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള ഉണ്ട പച്ചമുളകാണ് എടുത്തേക്കണത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറഞ്ഞ പച്ചമുളക് അത് എരിവിന്റെ ആവശ്യം പോലെ നിങ്ങൾ ചേർത്തേക്കണം. ഞാൻ എടുത്തേക്കണ എരിവുള്ള പച്ചമുളക്. പിന്നെ 3 തണ്ട് കരിവേപ്പില. ശകല ഉപ്പ്. നമ്മൾ ഉപ്പ് ഇറച്ചിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുറച്ച് കൂടി നല്ലോണം വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി കൂടി ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് കിട്ടും. നല്ല അടികട്ടിയുള്ള പാത്രമായ കാരണം തന്നെ നല്ല ഒരു ഇച്ചിരി ചൂടങ്ങോട്ട് പിടിച്ചു വരുമ്പോ തന്നെ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. പെട്ടെന്ന് തന്നെ ഇതൊക്കെ പാടി കിട്ടുകയൊക്കെ ചെയ്യും. ഇതിനകത്തോട്ട് ഇത്രയും തേങ്ങാക്കൊത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. തേങ്ങാക്കൊത്ത്. അതുപോലെ തന്നെ ഈ പട്ട കണ്ട, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പട്ടയുടെ ഇത് മരം മുറിച്ചത് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പൊളന്നെടുത്ത് കുറച്ച് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഉണക്കി വെച്ചതാണ്. ബാക്കി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും ഞാനത് കാണിച്ചു തരാം. ഇത് നല്ല സ്മെല്ലായിരിക്കും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി വെച്ച സാധനം കാരണം നല്ല സ്മെല്ലായിരിക്കും. പട്ട, പിന്നെ ഇത്രയും പെരിഞ്ചീരകം. തൊട്ടൊരു 5 കൊല്ലമുളക് ഇടണുണ്ട്. കൊല്ലമുളക് ഇത് ഇങ്ങനെ ഒന്ന് സൈഡ് പൊട്ടിച്ചിട്ടാണ് അങ്ങോട്ട് ഇടുന്നത്. സൈഡ് പൊട്ടിച്ചിട്ട് എന്തൊക്കെ ഇടിയും. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാ മോള് വന്നിട്ടുണ്ട്. അപ്പൊ മോള് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കും മോള് എവിടെയാണെന്ന് ചോദിക്കും. മോള് ജോലി സ്ഥലത്ത് നേഴ്സാണ് മോള്. അപ്പൊ അവള് 2-3 ദിവസത്തെ ലീവ് എടുത്ത് വന്നേക്കണേന്ന്. അപ്പൊ അവളുണ്ട്. പിന്നെ മൂത്ത മോള് വെച്ചാ ആങ്ങളയുടെ മോളാണ്. അപ്പൊ പുള്ളിയും ഹസ്ബൻഡും കൊച്ചും അവരും ഉണ്ട്. അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട്. ഒരു സന്തോഷം. നല്ലോണം വഴണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മുളക് പൊടി 3.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്. എന്നുവെച്ചാൽ സ്പൂണ് ഇത്തിരി ചെറുതാണ്, അതുകൊണ്ടാണ് 3.5 ടീസ്പൂൺ ഇട്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ പൊടിച്ചു വെച്ചേക്കണ മസാലയാണ് ഗരം മസാല. അതൊരു ടീസ്പൂണ് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ, 1.5 ടീസ്പൂൺ ഇട്ടിട്ട് കേട്ടോ.
എണ്ണയുടെ ഒരു കുറവ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഈ തവിക്ക് ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അരപ്പൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അരപ്പൊക്കെ യോജിപ്പിച്ച് നമ്മുടെ ബീഫ് കറിയുടെ കളർ കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇപ്പൊ തന്നെ അങ്ങോട്ട് ബീഫ് ഇട്ടതേ ഉള്ളു, കണ്ടാ സൂപ്പറല്ലേ? ഇനി ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ചേർക്കുന്ന ഒരു സാധനമുണ്ട്, മൂന്ന് കൂട്ടം സാധനമുണ്ട്. അത് ഞാൻ പറയാം. സാധാരണ എല്ലാരും ചേർക്കുന്നതാണ്, ഒരു കൂട്ടം സ്പെഷ്യലാണ്, അത് ഞാൻ പറയാം. ഇതിന് രമ്പയില എന്ന് പറയും. ഇറച്ചിയിൽ മെയിനായിട്ട് ചേർക്കുന്ന സാധനം രമ്പയില, ബിരിയാണിയിൽ ഒക്കെ ചേർക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു തണ്ട് ഇങ്ങനെ കിള്ളി എടുത്തിട്ട് പൊരിയും. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്ന കറി. ശകല ഇത്രയും ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ബീഫ് എന്ന് പറഞ്ഞാൽ കുരുമുളക് എനിക്ക് മെയിനായിട്ട് വേണം. അപ്പൊ ലാസ്റ്റ് ആണ് നമ്മള് കുരുമുളക്, ഇത്രയും കുരുമുളക് നട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഇത്രയും ഏലക്കാപ്പൊടി, ഞാൻ എന്റെ ബീഫ് കറിക്കൊക്കെ ഞാൻ ഏലക്കാപ്പൊടി ഇടും. എന്റെ റെസിപ്പി ഇതാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്ത ആ രമ്പയുടെ ഇല. ഈ ഇല നമ്മൾ മുറിച്ചെടുക്കുമ്പോഴോ ഒന്നും സ്മെല്ലുണ്ടായില്ല. പക്ഷെ കറിയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും, കറിയായിട്ട് ഇത് വെന്ത് ചേരുമ്പോഴത്തേക്കും നല്ല അപാര സ്മെല്ലായിരിക്കും കറിക്ക്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചേക്കണം, അതങ്ങാട്ട് ഇടുന്നുണ്ട്. പിന്നെ ശകലം പുതിന.